കിച്ചു അപ്പു മാളു വേഗം എണീക്ക്. എപ്പോ കടന്നതാ നിങ്ങള്? ഉച്ചക്ക് കടന്നതല്ലേ, ഇപ്പൊ നേരെ 5 മണി കഴിഞ്ഞു. വേഗം എണീക്ക്. ഈ പെണ്ണോ ഈ ചെക്കന്മാരെ കോലത്തിലായോ? ഷൂസ് ഇട്ടിട്ട് 3 എണീക്ക്. അച്ഛൻ വരുന്നുണ്ടെന്ന് അറിയില്ലേ നിങ്ങക്ക്? അച്ഛൻ ഇപ്പൊ വരും. എണീക്ക്. ഹായ്, അച്ഛൻ വരുന്നു, അച്ഛൻ വരുന്നു, അച്ഛൻ വരുന്നു. ഞാനൊരു സർപ്രൈസ് പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛനോട്. അച്ഛൻ വരുമ്പോ എനിക്കത് കൊണ്ടുവരും. എന്താ നീ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളേ? അല്ലേ വേണ്ട, അച്ഛൻ വരുമ്പോ കാണാം. അച്ഛനോട് ഞാൻ അറബ് സ്നാക്സ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞേക്കാം, ആരും എന്നോട് ചോദിച്ചു വരരുത്, ആർക്കും ഞാൻ തരില്ല. എല്ലാരും കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്ക്. അച്ഛൻ ഈ കോലത്തിൽ കാണാൻ പറ്റില്ല. നല്ല ഡ്രസ് ഇട്ട് നിൽക്ക് 3 പേരും. മീനാക്ഷി, മക്കളെ. അച്ഛാ, എന്റെ സർപ്രൈസ് ഐഫോൺ. താങ്ക് യു അച്ഛാ. മാളു, ഇന്ന നിനക്ക് ചോക്ലേറ്റ്. താങ്ക് യു. എന്റെ മീനാക്ഷിക്ക് മാല, മോതിരം. എന്റെ ഐഫോൺ വേഗം പോരട്ടെ. ആദ്യം ഈ ചോക്ലേറ്റ് പിടിക്ക് കിച്ചു. അച്ഛാ, ചോക്ലേറ്റ് ഒന്നും വേണ്ടായിരുന്നു. മാളു എനിക്ക് തരുമായിരുന്നു. മാളുവിന് എന്നെ ഭയങ്കര ഇഷ്ടാ. അല്ലേ മാളു? കാര്യം നേടാൻ നീ കൈതക്കാലം പിടിക്കുന്ന അറിയാം കിച്ചു. എന്റെ ചോക്ലേറ്റിൽ നിന്നൊന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഈ പെണ്ണിനെ അതും മനസ്സിലായി. ഭീകരി തന്നെ, ഒരു സകലബല വല്ലഭി തന്നെ. നിങ്ങൾ വന്ന കാര്യം നിൽക്കാതെ ടേബിളിൽ വന്ന് ഇരിക്കാൻ നോക്കി. ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയും എടുക്കാം. കിച്ചുവിന്റെ സ്പെഷ്യൽ സാധനം ഞാൻ എടുക്കുക. എല്ലാരും കണ്ണടച്ചിരുന്നോളൂ. ഞാനാണ് എല്ലാവർക്കും എന്റെ ഐഫോൺ കാണിച്ചു തരിക. ഞാൻ പറയുമ്പോൾ മാത്രം കണ്ണു തുറന്നാൽ മതി. അമ്മ കണ്ണടക്കൂ. എല്ലാരും കണ്ണു തുറന്നോളൂ. ഇതാണ് സർപ്രൈസ്, മാത്സ് ട്യൂഷൻ ബുക്ക്. അച്ഛാ, എന്റെ ഐഫോൺ ഇല്ലാതെ എനിക്ക് പറ്റില്ല. അച്ഛാ, കിച്ചുവിന് ഐഫോൺ വേണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണെന്നറിയോ? കിച്ചുവിന് യൂട്യൂബ് ചാനൽ തുടങ്ങാനാണ്. പഠിക്കാതെ എങ്ങനെ സമ്പാദിക്കാൻ എന്നതിനെ പറ്റി കിച്ചു റിസർച്ച് നടത്തി. അങ്ങനെയാണ് ഐഫോൺ വേണമെന്ന് വാശി പിടിക്കുന്നത്. ഈ പെണ്ണ് അതും പൊളിച്ചു. എങ്ങനെ ഈ പെണ്ണിനെ അറിയുന്നത് ഞാൻ റിസർച്ച് നടത്തുന്നതൊക്കെ? എന്റെ ഐഫോൺ. കിച്ചു, നിന്റെ ബുദ്ധി അപാരം തന്നെ. എന്റെ ബുദ്ധി കൊണ്ട് ഇവരൊക്കെ ഇവിടെ നിന്ന് പോകുന്നു. രാത്രി ആയാൽ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. ഒറ്റൊന്നിനും ധൈര്യമില്ല. ഈ പെണ്ണിനെ ഞാൻ എന്താ വേണ്ടേ? നീ പഠിച്ച് മിടുക്കനായി ഫുൾ മാർക്ക് മേടിക്കണം കിച്ചു. അതിനാണ് ഞാൻ മാത്സ് ട്യൂഷൻ ബുക്ക് വാങ്ങിച്ചിട്ടുള്ളത്. അച്ഛൻ പൊട്ടനാണോ? അല്ല, അച്ഛൻ പൊട്ടനാണോ? ഫോൺ ഉണ്ടെങ്കിൽ അതിൽ എങ്ങനെ ഫുൾ മാർക്ക് മേടിക്കാമെന്നും എല്ലാ സബ്ജക്റ്റും പഠിക്കാനുണ്ടാവും. ഇത് മാത്സ് മാത്രമല്ലേ പഠിക്കാനുള്ളൂ. ഐഫോൺ ഉണ്ടെങ്കിൽ റീൽസും എടുക്കാം, ഫോട്ടോസും എടുക്കാം. നല്ല ഗ്ലോ ആയിരിക്കും. അച്ഛാ, കിച്ചുവിന് പഠിക്കാനൊന്നുമല്ല, റീൽസും ഫോട്ടോയും എടുത്ത് കളിക്കാനാണ് ഐഫോൺ. നീ ഒന്നും മിണ്ടാതിരിക്കുമാണോ? ഇത് വല്ലാത്തൊരു ചതിയായി പോയി അച്ഛാ. അച്ഛനെ ഞാൻ വിശ്വസിച്ചു പോയി അച്ഛാ. നീ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യ്. ഭാവിയിൽ വേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇപ്പോഴേ വാശി പിടിക്കല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്ക അച്ഛാ. അച്ഛന് മാത്രമേ അവനെ നേരാക്കാൻ പറ്റൂ. പെണ്ണിനെ വല്ലാതെ കളിക്കല്ലേ. നീയാണ് അച്ഛനെ കൊണ്ട് ഐഫോൺ വേണ്ടെന്ന് വെച്ചതെന്ന് എനിക്ക് അറിയാം. അറിഞ്ഞെങ്കിൽ നന്നായി. സർപ്രൈസ് എന്താണെന്ന് പോലും അച്ഛൻ വന്നപ്പോഴേ ഞാൻ അറിയുന്നേ. മീനാക്ഷി, നീ ഇവരെ രണ്ടുപേരെയും എങ്ങനെ മാനേജ് ചെയ്യുന്നു? വെൽഡൻ മീനാക്ഷി, വെൽഡൻ. അച്ഛാ, ഞാൻ പാവമാ. ഞാൻ ആരോടും വഴക്ക് കൂടാറില്ല. നിന്റെ പ്രായം എത്തുമ്പോൾ ഇവരും വഴക്ക് നിർത്തും, അല്ലേ മീനാക്ഷി? വന്ന് കേറിയപ്പോഴേ അച്ഛന് നിങ്ങൾ സമാധാനം കൊടുക്കണ്ട രണ്ടുപേരും. കേറിപ്പോ അകത്ത്. മക്കളല്ലേ മീനാക്ഷി, അവർ പറയട്ടെ. അവർ പറയുന്നത് കേൾക്കാൻ ഞാൻ ഇവിടെ 4 മാസം ഉണ്ടാവും. 4 മാസമോ? എങ്കിൽ 4 മാസത്തിന് അച്ഛന്റെ ജോലിയിൽ ഞാൻ ജോയിൻ ചെയ്യുക. ഐഫോൺ ഉണ്ടാക്കാനുള്ള ക്യാഷും ഉണ്ടാക്കും, ഐഫോണും മേടിക്കും. അച്ഛാ, അച്ഛന്റെ ജോലി പോവാനുള്ള ഐഡിയ അവൻ പറയുന്നേ. അച്ഛൻ വിട്ടുകൊടുക്കല്ലേ. കിച്ചു, കഴിഞ്ഞ വർഷത്തെ മാത്സ് എക്സാമിൽ നിനക്ക് വട്ടപൂജ്യമല്ലേ കിട്ടിയത്? അതുകൊണ്ടാണ് ഞാൻ മാത്സ് ട്യൂഷൻ ബുക്ക് വാങ്ങാന്ന് വിചാരിച്ചത്. വട്ടപൂജ്യം കിട്ടിയത് ടീച്ചർക്ക് വട്ടാവോണ്ടാ. ടീച്ചർ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് മാർക്ക് തരാത്തെ. അച്ഛാ, ഇനി കിച്ചു ടീച്ചറെ കുറ്റം പറയത്തുള്ളൂ. ടീച്ചർ പഠിച്ചിട്ടില്ല പോയുള്ളൂ. ടീച്ചറോട് ഞാൻ പറയുന്നുണ്ട് കിച്ചു. അച്ഛാ, അമ്മേ, ഇവളോടൊന്ന് മിണ്ടാതിരിക്കാൻ പറ. ഇവിടെ വായി ചപ്പാത്തി ഒന്ന് തിരികെ കൊടുക്ക്. കുറച്ചു നേരം അവൾ മിണ്ടാതിരിക്കട്ടെ. നീയും മിണ്ടാതിരിക്ക കിച്ചു. നിന്റെ വായി ഞാൻ ലെഗ് പീസ് കുത്തി കയറ്റും. സൈലൻസ്, സൈലൻസ്.
രണ്ടുപേരും ഭക്ഷണം കഴിച്ചു പോയി അവിടെ ഇരുന്ന് പഠിക്കുക കളിക്കുക എന്തെങ്കിലും ചെയ്യേ. പഠിക്കാനൊന്നുമില്ല അച്ഛാ, നാളെ മുതലല്ലേ ക്ലാസ് തുടങ്ങുന്നേ. അമ്മേ ചപ്പാത്തി സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഐഫോൺ കിട്ടിയിരുന്നാൽ നാളെ മുതൽ ക്ലാസ്സിന് പോവണ്ടായിരുന്നു. വീട്ടിലിരുന്ന് പഠിച്ചാൽ മതിയായിരുന്നു. എക്സാമിന് മാത്രം പോയി